ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് ഗംഗാവല്ലി റിവർ സ്പെഷ്യാലിറ്റീസ്, ഗംഗാവല്ലി നദിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. കർണാടകയിൽ പടിഞ്ഞാറൻ ഭാഗത്ത് ഉത്ഭവിക്കുകയും ഒഴുകുകയും ചെയ്യുന്ന നിരവധി ചെറിയ നദികളിലൊന്നാണ് ഗംഗാവല്ലി നദി എന്നത്. ഇതിൻ്റെ ആകെ നീളമെന്ന് പറയുന്നത് 152 കിലോമീറ്ററാണ്. ഇതിനെ വേട്ടി നദിയെന്നും ഇത് അറിയപ്പെടുന്നു. ഇതിൻ്റെ ഇത് ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിൽ ധർബാഡിന് തെക്ക് സോമേശ്വര ക്ഷേത്രത്തിന് സമീപമാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇത് പടിഞ്ഞാറേക്ക് ഒഴുകി ഗംഗാദേവി ക്ഷേത്രത്തിന് സമീപം അറബിക്കടലിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. അറബിക്കടലിലേക്ക് പോകുന്ന വഴിക്ക് മഗോഡ എന്ന സ്ഥലത്ത് ഇത് 150 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അത്. അതുകൊണ്ട് തന്നെ അത് മഗോഡ വെള്ളച്ചാട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഗോഡ് വെള്ളച്ചാട്ടം ഇത് വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് മഗോഡ് വെള്ളച്ചാട്ടം എന്നത്. അത് ഗംഗാവലി നദി അവിടെ നിന്നും താഴേക്ക് പതിക്കുന്നതിനെയാണ്, ആ സ്ഥലത്തിനെയാണ് മഗോഡ് വെള്ളച്ചാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. നിരവധി പോഷക നദികൾ, അല്ലെങ്കിൽ 3 പോഷക നദികളുണ്ട് ഇതിന്. വേട്ടി, ഷാൽമാലി, സോണ്ട എന്നിവയാണ് ഇതിൻ്റെ ഗംഗാവല്ലി നദിയുടെ പോഷക നദികളെന്ന് പറയുന്നത്. അതോടൊപ്പം NH66 ഹൊസൂറിലെത്തുമ്പോൾ NH66 ഹൊസൂർ ഗംഗാവലി നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. വളരെയധികം, അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്, അല്ലെങ്കിൽ ആകർഷിക്കുന്ന പുഴകളിലൊന്നാണ് ഗംഗാവലി എന്നത്. പ്രത്യേകിച്ച് ആ മഗോഡ വെള്ളച്ചാട്ടമൊക്കെ അനവധി പേരെ കർണാടകയിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് ആകർഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഇതെന്ന് പറയുന്നത്. ഈ നദിക്ക് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം, ഗംഗാവല്ലി എന്ന പേര് വരുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഗംഗാദേവിയിൽ നിന്നുമാണ് ഇതിന് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം. ഗംഗാദേവിയിൽ നിന്ന് കിട്ടിയ പേരാണ്. അതോടൊപ്പം ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഉത്ഭവിക്കുന്ന സ്ഥലത്തും ഒരു ക്ഷേത്രമുണ്ട്, ഇത് കടലിലേക്ക് ചേരുന്ന സ്ഥലത്തും ഒരു ക്ഷേത്രമുണ്ട് എന്നാണ് മറ്റൊരു പ്രത്യേകത. ഉത്ഭവിക്കുന്ന സ്ഥലത്ത് സോമേശ്വര ക്ഷേത്രവും കടലിലേക്ക് ചേരുന്ന അവിടെ ഗംഗാദേവി ക്ഷേത്രവുമുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഗംഗാവല്ലി നദി ഏകദേശം 157 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളമെന്ന് പറയുന്നത്. സോമേശ്വര ക്ഷേത്രത്തിന് സമീപം ഉത്ഭവിച്ച് അറബിക്കടലിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. ഗംഗാദേവി ക്ഷേത്രത്തിന് സമീപം അറബിക്കടലിലേക്ക് ചേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.